ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പത് മെച്ചിൻ്റെ യമാലമ്പടെ ഇവരെ പേരൊന്നും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ പൊന്നൂൻ്റെ കുട്ടികളാണ്. ഇപ്പോൾ 1.5 മാസം പ്രായമായിട്ടോ. 2 പേരാണുള്ളത്, 2 മുട്ടൻ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് ചേച്ചിയുടെ ആടുകളുടെ വീഡിയോ കാണിക്കുമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവരെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവരുടെ പേരെന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഈ വെളുത്ത കുഞ്ഞ് യമാലാണ് കേട്ടോ. യമാലും ജമാലും അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ലോകകപ്പ് ഫുട്ബോളിൽ ലാമിൻ യമാൽ എന്നുള്ള ആ ഒരു പേര് കേട്ടപ്പോഴാണ് എനിക്ക് ഇവർക്ക് ആ ഒരു പേരിട്ടാലോ എന്ന് വിചാരിച്ചിട്ടോ. മനോഹരം, ഭംഗി അങ്ങനെയൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ യമാലെന്ന് അടിച്ചു കൊടുത്തപ്പോൾ അതിനർത്ഥം അങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ജമാൽ ആ ഒരു പേരും കൂടെ വന്നിട്ടോ. അപ്പോൾ 2 പേരും മുട്ടൻ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ വെളുത്ത ആൾ യമാലും ഈ ബ്രൗൺ കളറുള്ളത് ജമാലും അങ്ങനെയാണ് പേരിട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജമാലും യമാലുമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പൊന്നൂൻ്റെ അപ്പുമോളും ഉണ്ട് നമ്മുടെ കൂടെ കേട്ടോ. കഴിഞ്ഞ തവണ നമുക്ക് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അത് നമ്മളെ മാളും പൊന്നും പ്രസവിച്ചത് ഏകദേശം അടുപ്പിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാളൂനും 2 കുഞ്ഞ്, പൊന്നൂനും 2 കുട്ടികൾ, അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായിരുന്നത്. ആ ഒരു പ്രസവം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ പൊന്നു പ്രസവിച്ചത്. ഒരുപാട് ടൈം എടുത്തു കേട്ടോ. അവൾ ചെന പിടിക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തു. എന്ന് വെച്ചാൽ മതി അങ്ങനെ എപ്പോഴും കാണിക്കാറില്ല. പിന്നെ നമ്മൾ ക്രോസ് ചെയ്തു, അത് പിടിച്ചില്ല. അപ്പം ഞാൻ കൊണ്ടുപോയി കുത്തിവെച്ചിട്ടും പിടിച്ചില്ല. പിന്നെ വീണ്ടും ആ കുത്തിവെച്ചത് നമ്മൾ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് 2-3 മാസം അങ്ങനെ വെയിറ്റ് ചെയ്തു. അവൾക്ക് തന്നെ മതി ഇളകത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും മതി കാണിച്ചപ്പോഴാണ് ചെന പിടിച്ചിട്ടില്ലെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ അവളെ വീണ്ടും കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് പ്രസവിക്കുന്നത് കേട്ടോ. ആടുകൾ 1.5 വർഷത്തിൽ 2 പ്രസവം 3 പ്രസവം അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും ചെന പിടിക്കാറില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വലിയ മുട്ടനാടിനൊന്നും നിർത്താറുമില്ല കേട്ടോ. നമ്മുടെ പൊന്നൂനെ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് പൊന്നുണ്ട്, പിന്നെ നമ്മുടെ അപ്പുമോളുണ്ട്. ഇവരെ മൂത്ത കുട്ടിയാണ് കേട്ടോ. ഇവരെ മേലുള്ള കുട്ടിയാണ് അപ്പുമോള്, കഴിഞ്ഞ പ്രസവത്തിലെ. പിന്നെ നമ്മുടെ പൊന്നൂൻ്റെ അവളെ കൂടെ ഒരു മുട്ടൻ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ കൊടുത്തു കേട്ടോ. ഇതാ നമ്മുടെ പൊന്നു കേട്ടോ. കണ്ട ഇവളുടെ കുട്ടികളാണ് കേട്ടോ. ഇവർ 2 പേരും. ഇവൾക്ക് കഴിഞ്ഞ തവണയും തന്നെ ഇതുപോലെ 2 കളറാണ് ഉണ്ടായത്. ഒരു ബ്രൗണും പിന്നെ ഒന്ന് അവളെ കളറും. ആ രീതിക്കാണ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ അതിലുള്ളതാണ് നമ്മുടെ അപ്പുമോളെ കാണിക്കാം. ചെപ്പത് ഉമ്മച്ചിക്ക് ഉമ്മ തരുമോ ഒരു ഉമ്മ കാട്ടിക്കാം. ഉമ്മച്ചിൻ്റെ ചേച്ചി മലമ്പടേ കുഞ്ഞിയ മലമ്പടേ ഇങ്ങനെ ഇവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളമാതിരി തന്നെയാണ്. അപ്പോൾ ആടാണെന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങനെ ഒരു കൂടുതൽ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മളെങ്ങനെ നോക്കുന്നോ അതുപോലെ ഇരിക്കും. ഇപ്പോൾ ഇവർക്ക് നമ്മൾ സിൻകോവിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 മാസമായി. ചെറിയൊരു ക്രോസ് ബ്രീഡുള്ള മുട്ടനാടിൻ്റെ കുട്ടികളാണ് കേട്ടോ. മറ്റേ ഒറിജിനൽ മലബാറി അല്ല, ചെറിയൊരു ക്രോസ് ബ്രീഡുള്ള മുട്ടനാടിനെ കൊണ്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ സിൻകോവിറ്റ് ഞാൻ മരുന്ന് കാണിക്കാട്ടെ ഇവർക്ക് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ സിൻകോവിറ്റ് ഡ്രോപ്പാണ്. സിൻകോവിറ്റിൻ്റെ സിറപ്പ് വേറെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത് സിൻകോവിറ്റിൻ്റെ ഡ്രോപ്പാണ് കേട്ടോ. ഇതൊരു 3-4 തുള്ളി നമ്മൾ ദിവസം കൊടുക്കും. അപ്പോൾ ഇവന് 2 തവണ വരെ മരുന്ന് കൊടുത്തുട്ടോ. ഇവൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം വയ്യാതായിട്ടോ. ഇവന് തീരെ പാല് കുടിക്കാത്തൊരിതെന്ന് വന്നിട്ട് മറ്റേ 3-4 ദിവസം ഇവന് കോഴി തൂങ്ങിയ പോലെ അങ്ങനെ നിന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർക്ക് കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ വയറ് ശരിയാവാനുള്ളൊരു പൊടി അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഇവനെ നമുക്കങ്ങ് തിരിച്ച് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത്രയ്ക്ക് അങ്ങ് വയ്യാതായി ഇവനിക്ക്. അപ്പോൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ നിങ്ങൾ എന്തായാലും അസുഖം വന്നാൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഇതാണ് എൻ്റെ അപ്പുമോള്. മെച്ചിൻ്റെ അപ്പു എവിടെ? നമ്മുടെ പൊന്നൂനെ കഴിഞ്ഞ തവണ ക്രോസ് ചെയ്യിപ്പിച്ചത് ഒറിജിനൽ പഞ്ചാബി ബീറ്റലിനെ കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുണ്ടായിട്ടുള്ള നമ്മുടെ കുട്ടിയാണ് ഈ അപ്പുമോള്. അപ്പുമോൾക്ക് 1 വയസ്സും 2-3 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രായം ഇപ്പോൾ ചെന പിടിച്ചിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ അപ്പോൾ ഇവൾക്ക് കൊടുക്കുന്ന മരുന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ അപ്പുമോൾക്ക് ചെന പിടിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവളെ ക്രോസ് ചെയ്തിട്ട് ഒരു 2-3 മാസമൊക്കെ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ചെന പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവളങ്ങനെ കൂടുതലും മതി കാണിക്കാറില്ല. അങ്ങനെ നമ്മുടെ വീട്ടിൽ വാ അപ്പോൾ അതേ വാ അപ്പുമോളെ അപ്പുറത്ത് കൂടെ വാ വാ. നമ്മൾ മറ്റേ വലിയ പെരുന്നാളിന് ഉളുഹിയത്തിന് വേണ്ടിയിട്ട് മുട്ടനാടിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. അപ്പോൾ അത് ഉമ്മയുടെ ആവശ്യപ്രകാരം അങ്ങനെ വാങ്ങിച്ചാണ് ഉളുഹിയത്തിനുള്ള മുട്ടനെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു ഒറിജിനൽ മലബാറി മുട്ടനായിരുന്നു. അപ്പോൾ അവനെ അവിടെ കൂടില്ലാത്തതുകൊണ്ട് ഒരു 10 ദിവസം അതിന് മുമ്പേ വാങ്ങിച്ചിട്ട് ഇവിടെ നിർത്തി. അങ്ങനെയാണ് രണ്ടാമത് ഇവൾക്ക്
മതി ഇളകുന്ന കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുന്നേ ചെന പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 3 മാസമൊക്കെ കണക്കാക്കി ഇരിക്കുമായിരുന്നു. പക്ഷേ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. മതിയും കാണിക്കില്ല കേട്ടോ, മതി ലക്ഷണം കാണിക്കാറേ ഇല്ല അങ്ങനെ. അപ്പോൾ ആ ഒരു മുട്ടനെ കൊടുന്നപ്പോൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞ വലിയ മലബാറി മുട്ടനായിരുന്നു കേട്ടോ, വലിയ വെള്ള മലബാറി മുട്ടനായിരുന്നു. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ട് അന്ന് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ചെന പിടിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെയും ഇവളൊരു ചെനയുടെ ഒരു ലക്ഷണം, ഗർഭിണി ആടിൻ്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല ഇവൾക്ക്. ഇപ്പോൾ ഒരു 2 മാസം 20 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അകിടൊക്കെ ചെറുതായിട്ടുണ്ടായി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ക്രോസ് ചെയ്താൽ കടിഞ്ഞൂല ആടുകൾക്ക് ചെന ഇല്ലെന്ന് വിചാരിച്ചിട്ട് വീണ്ടും കൊണ്ടുപോയി ക്രോസ് ചെയ്യിക്കരുത് കേട്ടോ. ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും, നമുക്കതിൻ്റെ ലക്ഷണമൊന്നും കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പുമോള്. പിന്നെ ഇവൾ കൊടുക്കുന്ന മരുന്ന് കാണിക്കാം കേട്ടോ. മിച്ചിൻ്റെ കുട്ടികളെവിടെ, മിച്ചിൻ്റെ കുഞ്ഞുവാവുകളെവിടെ? ഇതാണ് കേട്ടോ മരുന്ന്. ഒസോമിന് 450 ml ആണ്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ടേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇതുവരെ മരുന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവൾക്ക് ചെന പിടിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് നമുക്ക് ഒരു ഇതും ഉണ്ടായിരുന്നു, ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മരുന്ന് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ അവൾക്ക് 2 മാസവും 20 ദിവസമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആ പെരുന്നാളിന് മുട്ടനെ കൊണ്ടുവന്നപ്പോൾ ക്രോസ് ചെയ്യിപ്പിച്ചത്, അതുകൊണ്ട് കണക്ക് നമുക്ക് തെറ്റിയിട്ടില്ല. ഞാൻ ആ ഒരു ഡേറ്റ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മതി കാണിച്ചിട്ടുമില്ല. പിന്നെ ഒരു വ്യത്യാസമൊന്നും കാണാത്തതുകൊണ്ട് ഇല്ലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒസോമിന് വാങ്ങിച്ചു. നമ്മൾ ഗർഭിണി ആടുകൾക്ക് ഈ ഒസോമിന് സപ്ലിമെൻ്റാണ് എപ്പോഴും കൊടുക്കാറില്ല ഉള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ പ്രസവശേഷം പാലുണ്ടാവാനും അമ്മക്കും കുഞ്ഞുങ്ങളൊക്കെ ആരോഗ്യത്തോടെ നിൽക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കും വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഹൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ താഴെ, അതൊക്കെ നിങ്ങൾ ചെയ്യണം. പിന്നെ നല്ല ആയുർവേദിക് ലിവർ ടോണിക്കുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ആ ലിവർ ടോണിക്ക് വാങ്ങാനായിട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പോയാൽ നിങ്ങൾക്ക് ഫീഡിങ് ബോട്ടിലുണ്ടാവും. ഈ പശുക്കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആ വലിയ ബോട്ടിലുണ്ടല്ലോ, 1 ലിറ്റർ 2 ലിറ്ററൊക്കെ കൊള്ളുന്ന ആ അളവിലുള്ള ഫീഡിങ് ബോട്ടിലുകളുണ്ടാവും. അതുപോലെ ലിവർ ടോണിക്കുകളുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട് എന്ന് പറഞ്ഞാൽ ഒരു അത്ര പുതിയതൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയൊരു സെറ്റപ്പ് പുല്ലിട്ട് കൊടുക്കാനൊക്കെ ചാക്ക് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലിവർ ടോണിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. വീഡിയോ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ കയറി ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. സാധനം ഏതാണെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആടുകളുടെ പരിചരണത്തെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ചാനലിൻ്റെ ചാനൽ ഐക്കൺ ഉണ്ടല്ലോ, ആ ഒരു പച്ച നിറത്തിലുള്ളതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ചാനലിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിലൊരുപാട് ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് സെയിലിനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ച് തരാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.